ചില ഇൻട്രസ്റ്റ് പറഞ്ഞവരെ ഇന്ന് നമ്മൾ ലേഖനഭാഗത്തിൽ വായിച്ചായിട്ട് വെളിപാടിന്റെ പുസ്തകത്തിനുള്ള വായനയാണ്. അവിടെ ലവോദിക്കയിലെ സഭയിലെ ദൂതന് വേണ്ടി എഴുതാൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ പറയുകയാണ്, നീ എല്ലാം തികഞ്ഞവനാണെന്ന് നീ കരുതുന്നുണ്ട്, പക്ഷെ നിനക്ക് കുറേയേറെ കുറവുകളുണ്ട് അല്ലെ. ഈ അന്ധതയുണ്ട് നിനക്ക്, കാഴ്ച തെളിയാനായിട്ട് നീ അഞ്ജനം ചോദിച്ചു വാങ്ങണം, നഗ്നതയുണ്ട് നിനക്ക്, അപ്പൊ നീ എന്ത് ചെയ്യണം, നിന്റെ നഗ്നത മറയ്ക്കാനായിട്ട് എന്നിൽ നിന്നും നീ വസ്ത്രങ്ങൾ ചോദിച്ചു വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിടി അവരുടെ കുറവുകള് ദൈവം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ സഭയോട്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ സമൂഹത്തില് കുറവുകൾ ഉണ്ടായിരുന്നു എന്ന് കരുതിയിരുന്ന ഒരുപാട് പേരെ സമൂഹം ദൈവത്തിന്റെ അടുത്തേക്ക് അല്ലെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈശോ അവരെ സുഖപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ വായിച്ചത്. മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമർ തുടങ്ങി പലരെയും അവർ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഈശോ അവരെല്ലാവരും സുഖപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. ഇന്നത്തെ രണ്ടു വായനകൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബലഹീനതകള്, നമ്മുടെ കുറവുകള് ദൈവസന്നിധിയില് പരിഹരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തില് ചില പോരായ്മകൾ ഉണ്ടാകാം, ചില ബലഹീനതകൾ ഉണ്ടാകാം, കുറവുകൾ ഉണ്ടാകാം. ചെറിയ നമ്മുടെ ബലഹീനതകളും കുറവുകളെയൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവസഹായത്തോടെ അവയൊക്കെ പരിഹരിക്കുക എന്ന് ഇന്നത്തെ വചനം നമ്മുടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗങ്ങൾ രണ്ടും വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബലഹീനതകൾ ദൈവത്തിന് സമർപ്പിച്ച് ദൈവസഹായത്തോടെ അവയെ പരിഹരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്